Master Key Academyയുടെ ഏറ്റവും പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. Today we are going to discuss about bio-inorganic chemistry. So bio-inorganic chemistry എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്നാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറേ ടേംസ് ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹീമോഗ്ലോബിൻ, ഓക്സിഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഓക്സിമയോഗ്ലോബിൻ, ഹീമോസയാനിൻ, ഹീമോഎറിത്രിൻ അല്ലെങ്കിൽ ഹീംഎറിത്രിൻ, ഈ 6 പേരാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ very important 6 oxygen transport proteins. ഒന്നുകൂടെ പറയുന്നു, ഹീമോഗ്ലോബിൻ, ഓക്സിഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഓക്സിമയോഗ്ലോബിൻ, ഹീംഎറിത്രിൻ, ഹീമോസയാനിൻ. These are the very important 6 oxygen transport protein. Okay, so first one, ഹീമോഗ്ലോബിൻ. നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടൈമാണ് ഹീമോഗ്ലോബിൻ അഥവാ HB. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹീം പ്രോട്ടീൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഹീം പ്രോട്ടീനാണ്. ഹീം പ്രോട്ടീൻ മീൻസ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് അയൺ പോർഫൈറിൻ യൂണിറ്റ്സ്. അയണിൻ്റെ ഒരു പോർഫൈറിൻ റിംഗ് ഉള്ള ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹീം പ്രോട്ടീൻ. ഓക്കെ, ഹീം പ്രോട്ടീൻ്റെ ഒരു ചെറിയ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ദർ ഈസ് എ ക്യാവിറ്റി. ഇവിടെ ഈ 4 നൈട്രജൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. So the cavity which is suitable for the first row transition elements. First row transition elements, scandium, titanium, vanadium, chromium, like ഈ എലമെൻസിനെ എല്ലാം ഈ ക്യാവിറ്റി സ്യൂട്ടബിൾ ആണ്. എങ്കിൽ കൂടിയും particularly which is suitable for iron. അയൺ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ആ ക്യാവിറ്റിയിൽ ഇരിക്കാറുള്ളത്. ഓക്കെ, സോ the porphyrin ligand, the cavity size is approximately the size of the first row transition elements. And it is particularly suitable for iron. ഏറ്റവും സ്യൂട്ട് എന്ന് പറയുന്നത് അയൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ അയൺ പോർഫൈറിൻ യൂണിറ്റ്സ് 4 6-membered and 4 5-membered rings are present. So it is very important. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അയൺ പോർഫൈറിൻ റിങ്സിൽ എത്ര 5-membered റിങ്സ് ഉണ്ട്, എത്ര 6-membered റിങ്സ് ഉണ്ട് എന്നൊരു തവണ എക്സാമിന് ചോദിച്ചതാണ്, മറക്കരുത്. സോ ഇൻ അയൺ പോർഫൈറിൻ യൂണിറ്റ്സ് അഥവാ ഹീം യൂണിറ്റ്സ് ദർ ഈസ് 4 6-membered ആൻഡ് 4 5-membered റിങ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ലുക്ക് അറ്റ് ഹിയർ, ഫസ്റ്റ് 1 2 3 4 5 6. സോ ഇങ്ങനെയുള്ള 1 2 3 4 6-membered റിങ്സ് ഉണ്ട്. ഓക്കെ, എന്നാൽ യു ക്യാൻ സീ 1 2 3 4 5. ഇങ്ങനെയുള്ളത് എത്ര ഉണ്ട്? 1 2 3 4. സോ ഇതാണ് പറഞ്ഞത്, ഹീം പ്രോട്ടീനിൽ അല്ലെങ്കിൽ ഹീം യൂണിറ്റിൽ 4 6-membered റിങ്സും 4 5-membered റിങ്സും ഉണ്ട്. ഓക്കെ, ഒരു കാരണവശാലും മറക്കരുത്, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കൽ കൂടി പറയുന്നു, അയൺ പോർഫൈറിൻ റിങ്സ് അഥവാ ഹീം യൂണിറ്റിൽ ദർ ഈസ് 4 6-membered ആൻഡ് 4 5-membered റിങ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻ ഹീമോഗ്ലോബിൻ the Fe2+ is coordinated to 4 nitrogen atom of pyrrole system and the 5th coordination is by N-histidine protein and the 6th position is vacant. Okay, so ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഹീം യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഹീം യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ദർ ഈസ് 4 നൈട്രജൻ ആറ്റം ഉണ്ടെന്നറിയാം. ഓക്കെ, സോ 4 നൈട്രജൻ ആറ്റം ഓഫ് പൈറോൾ സിസ്റ്റം, അതാണ് ഈ 4 നൈട്രജൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ ഉണ്ട്, 5th കോർഡിനേഷൻ ബൈ N-histidine. 5ാമത്തായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? N-histidine ആണ്. ഈ സ്ട്രക്ചറിൽ കാണിച്ചിട്ടില്ല. ദെൻ 6th പൊസിഷൻ ഈസ് വേക്കൻറ്റ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, നമുക്ക് ഈ ഹീം യൂണിറ്റിനെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. കോർ ആറ്റം ഇറ്റ് ഈസ് Fe2+. ഓക്കെ, ദെൻ
4 nitrogen atom of pyrrole ring. So ഇങ്ങനെ നമുക്ക് ഹീം യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നമ്മൾ പറഞ്ഞു ഫിഫ്ത്ത് കോർഡിനേഷൻ ഈസ് ബൈ എന്താണ് പറഞ്ഞത്? ഫിഫ്ത്ത് കോർഡിനേഷൻ ബൈ എൻ ഹിസ്റ്റidine പ്രോട്ടീൻ. സോ ഫിഫ്ത്ത് കോർഡിനേഷൻ ബൈ എൻ ഹിസ്റ്റidine. ദെൻ ലാസ്റ്റ് പറഞ്ഞു the sixth coordination is vacant. Sixth coordination is vacant. Okay, so this is a simple representation of hemoglobin. ഒരിക്കൽ കൂടി പറയുന്നു, the core atom it is Fe2+, which is coordinated with a 4 nitrogen atom of the pyrrole ring system. Fifth coordination by N-histidine and the sixth coordination by it is vacant. Okay, this is a simple representation of hemoglobin. Next one, the N-histidine protein is a high molecular weight protein. It will pick up the Fe2+ ion from the porphyrin ring plane. So listen here, ഇവിടെ നമ്മൾ പറഞ്ഞു ഫിഫ്ത്ത് കോർഡിനേഷൻ ഇറ്റ് ഈസ് എൻ ഹിസ്റ്റidine ആയിരുന്നു അല്ലേ? എൻ ഹിസ്റ്റidine ആയിരുന്നു ഫിഫ്ത്ത് കോർഡിനേഷൻ. സോ ഇറ്റ് ഈസ് എ ഹൈ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീൻ. എൻ ഹിസ്റ്റidine എന്ന് പറയുന്നത് ഒരു ഹൈ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീനാണ്. സോ അതെന്ത് ചെയ്യും? ഈ എൻ ഹിസ്റ്റidine എപ്പോഴും Fe2+നെ പിക്കപ്പ് എന്താ കുറച്ച് മുകളിലേക്ക് പിക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ Fe2+ന് അതിൻ്റെ തന്നെ പ്ലെയിനിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹിസ്റ്റidine പ്രോട്ടീൻ മുകളിലേക്ക് ശക്തമായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഈ Fe2+ എന്ത് ചെയ്യും? ഇറ്റ് സിറ്റുവേറ്റ് ജസ്റ്റ് എബോവ് ദ പ്ലെയിൻ. ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി പറയുന്നു, ദ Fe2+ൻ്റെ ഫിഫ്ത്ത് കോർഡിനേഷൻ ഇറ്റ് ഈസ് എൻ ഹിസ്റ്റidine. എൻ ഹിസ്റ്റidine ആണ് ഫിഫ്ത്ത് കോർഡിനേഷൻ. ഓക്കെ, എൻ ഹിസ്റ്റidine എന്ന് പറയുന്നത് ഹൈ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീനാണ്. എൻ ഹിസ്റ്റidine എന്ന് പറയുന്നത് ഹൈ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീനാണ്. ഓക്കെ, സോ ഈ എൻ ഹിസ്റ്റidine Fe2+നെ ജസ്റ്റ് പിക്കപ്പ് ഫ്രം ദി പ്ലെയിൻ. Fe2+ൻ്റെ പ്ലെയിനിൽ നിന്നും മുകളിലേക്ക് പിക്കപ്പ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്? ദ Fe2+ ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് എബോവ് ദ പ്ലെയിൻ. ഇതാണ് പ്ലെയിൻ എങ്കിൽ അവരെ മുകളിലേക്ക് പിക്കപ്പ് ചെയ്യുമ്പോൾ ഈ Fe2+ എന്ത് ചെയ്യും? മുകളിലേക്ക് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. ഇറ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് എബോവ് ദ പ്ലെയിൻ. ഓക്കെ, ദാറ്റ്സ് സോ ഇൻ ഹീമോഗ്ലോബിൻ Fe2+ ഈസ് സിറ്റുവേറ്റഡ് നോട്ട് ഓൺ ദ പ്ലെയിൻ ബട്ട് ഇറ്റ് ജസ്റ്റ് സിറ്റുവേറ്റഡ് എബോവ് ദി പോർഫിറിൻ റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ Fe2+ എന്ന് പറയുന്നത് സെയിം പ്ലെയിനിലല്ല നിൽക്കുന്നത്. ഇറ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് എബോവ് ദ പ്ലെയിൻ. ഓക്കെ, യെസ്. ദ ലിഗാൻഡ് സ്ട്രെങ്ത് ഈസ് വെരി ലോ, സോ ഹൈ സ്പിൻ. ഇവിടുത്തെ ലിഗാൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെരി ലോ ആണ്. ലോ ലിഗാൻഡ് ആണ്. ലോ സ്ട്രെങ്ത് ലിഗാൻഡ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? ഹൈ സ്പിൻ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഹൈ സ്പിൻ ആകുമ്പം നമുക്കറിയാം mu ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n+2. mu is equal to root of n into n+2. Then the electronic configuration is T2G4Eg2. അപ്പം Fe2+ നിങ്ങൾക്കറിയാം Fe2+ D6. Okay, so T2G4Eg2. This complex is paramagnetic and ESR active. So there is a presence of some unpaired electrons, that is why it become paramagnetic. Okay, unpaired electrons avade presence undu, adukondu idu paramagnetic aanu. Paramagnetic ambo automatically it is ESR active. Clear? So this is the case related to hemoglobin. Ini ഒന്ന് രണ്ട് points കൂടെ പറയുന്നു. It is also important. So ഒരിക്കൽ കൂടി a simple representation വരയ്ക്കുകയാണ്. Fe2+, it is the core atom. Which is attached to 4 nitrogen. The fifth one it is N-histidine. Sixth it is vacant. Okay, so here this is the simple illustration. Just listen here, it is very important. The distance between
Fe2N porphyrin, it is 206 picometer. That is Fe2N porphyrin. This is the N porphyrin units. So this distance it is, tell me, it is 206 picometer. Okay. Then here the distance between Fe2 and histidine, that is this distance. So it is 250 picometer. Okay, so Fe2 plus 2 N of porphyrin units, it is 206 picometer, and Fe2 plus 2 N histidine, it is 250 picometer. Clear? ഇതും ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ സ്പെസിഫിക്കലി പഠിച്ചു വെക്കുക 206 പൈക്കോമീറ്റർ ആൻഡ് 250 പൈക്കോമീറ്റർ. തിരിഞ്ഞു പോകാനിടയുണ്ട്. സോ വലിയ ഡിസ്റ്റൻസ് മുകളിലേക്കാണ് വലിയ ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് 250 പൈക്കോമീറ്റർ. ക്ലിയർ? Next one, the ground state time symbol, it is 5T2G. Ground state time symbol. Time symbol ഒക്കെ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ടൈം സിമ്പിൾസ് ഒക്കെ പഠിക്കാറുണ്ട്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതി. സോ ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ 5T2G ആണ് കിട്ടുന്നത്. The high molecular weight histidine protein that will surround the whole hemoglobin. This histidine protein prevent the Fe2 plus from the oxidation. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹൈ മോളിക്കുലാർ വെയിറ്റ് ആയിട്ടുള്ള ഒന്നാണ് എൻ ഹിസ്റ്റഡീൻ. ഓക്കെ, സോ ഈ എൻ ഹിസ്റ്റഡീൻ എന്ന് പറയുന്നത് ദ ഹോൾ ഹീമോഗ്ലോബിനെ എന്ത് ചെയ്യും? കവർ ചെയ്ത് ദ ഹോൾ ഹീമോഗ്ലോബിൻ, ഹിസ്റ്റഡീൻ പ്രോട്ടീൻ ദാറ്റ് വിൽ സറൗണ്ട് ദ ഹോൾ ഹീമോഗ്ലോബിൻ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ദി ഓക്സിഡേഷൻ. അതായത് Fe2+ പിന്നീട് ഓക്സിഡേഷന് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ ഹൈ മോളിക്കുലാർ വെയിറ്റ് എൻ ഹിസ്റ്റഡീൻ. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറ്റ് റീറ്റെയിൻ ആസ് Fe2+. Fe2+ ആയിട്ട് തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻ ഹീമോഗ്ലോബിൻ ദ Fe ഈസ് ആൾവേസ് ഓൺ ദി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. എൻ ഹിസ്റ്റഡീൻ പ്രോട്ടീൻ ദാറ്റ് വിൽ സറൗണ്ട് ദ ഹോൾ ഹീമോഗ്ലോബിൻ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ടു ഗോ ഫോർ ഓക്സിഡേഷൻ. ഓക്സിഡേഷന് വിധേയമാവാതെ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എൻ ഹിസ്റ്റഡീൻ ഇവിടെ ആക്ട് ചെയ്യും. So the Fe2+, Fe which is always on the Fe2+ oxidation state. Clear? Yes. So this is related to hemoglobin. The next one, oxyhemoglobin. അപ്പോൾ ഹീമോഗ്ലോബിൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീനിലെ രണ്ടാമത്തെ ആളാണ് oxyhemoglobin. So let's start with the oxyhemoglobin. Okay, in hemoglobin, after the addition of O2+, it is called oxyhemoglobin. ഹീമോഗ്ലോബിന് ഓക്സിഡേഷന് വിധേയമായാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് oxyhemoglobin. There is no change in the oxidation state. Listen here, oxyhemoglobinൽ എന്താണ്? There is no change in the oxidation state എന്നാണ് പറയുന്നത്. എന്നാൽ ചേഞ്ച് വരും, അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ so first of all there is no change in the oxidation state. In oxyhemoglobin also there is a retaining of Fe2+ as its oxidation state. ഓക്സിഹീമോഗ്ലോബിനിലും Fe എന്ന് പറയുന്നത് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഹീമോഗ്ലോബിൻ is a high spin complex whereas oxyhemoglobin is a low spin complex. It is very important. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരുന്നു, എന്നാൽ ഓക്സിഹീമോഗ്ലോബിനോ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. സോ Fe2+ ലോ സ്പിൻ ആണ്. ദെൻ T2G 6 ആണ്. ഫോർ ദ D6 ലോ സ്പിൻ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്നത് ലോ സ്പിന്നും ഹൈ സ്പിന്നും ഒക്കെ വരുമ്പോൾ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ലോ സ്പിൻ ആണെങ്കിൽ എന്താണ്? എപ്പോഴും പെയർഡ് ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഡയാമാഗ്നറ്റിക് നേച്ചർ മീൻസ് there is no presence of any unpaired electrons. Unpaired electrons ഇല്ല എങ്കിൽ എല്ലാം every electrons as paired in nature, then it is diamagnetic in nature. So oxyhemoglobin low spin complex ആയതുകൊണ്ട് it is a diamagnetic in nature. Okay, diamagnetic ആണ്. പെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ പെയർഡ് ഇലക്ട്രോൺസ് ആണ് എല്ലാം, അൺപെയർഡ് ആയിട്ടുള്ള ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ESR inactive.
Next one, the ground state time symbol from Tanabe-Sugano diagram, it is 1A1G. It is also very important. അപ്പോൾ ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്സിഹീമോഗ്ലോബിൻ, അപ്പോൾ നമ്മൾ പറഞ്ഞ ലോ സ്പിൻ കോംപ്ലക്സിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രമാണ് ടെനാബെ-സുഗാനോ ഡയഗ്രാം. ഓക്കെ, സോ ടെനാബെ-സുഗാനോ ഡയഗ്രത്തിൽ നിന്നും ഓക്സിഹീമോഗ്ലോബിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ കിട്ടുന്നത് 1A1G. മറക്കരുത്, 1A1G ആണ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്കെ, യെസ്. In oxyhemoglobin, the Fe is in the plane of the porphyrin system. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഹീമോഗ്ലോബിൻ നമ്മൾ പറഞ്ഞു the Fe2+ is just situated above the plane. Okay, but in the case of oxyhemoglobin, the Fe2+ is situated same plane. അതേ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്, ആരും പിക്കപ്പ് ചെയ്യുന്നില്ല. സോ സെയിം പ്ലെയിനിൽ തന്നെയാണ് Fe2+ ഇരിക്കുന്നത്. Normally, while the oxygen coordination occurs, the Fe2+ will not be converted to Fe3+. But sometimes there is a possibility for some exceptional case, but sometimes there is a chance for the oxidation. Normally, our oxidation നടക്കത്തില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. It also retain the oxidation state as +2. But there is sometimes what happen? There is a chance for the oxidation. That is, if the molecular weight protein histidine is not surrounded the heme unit fully, sometimes it go for oxidation. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിനിൽ മുകളിലിരിക്കുന്ന എൻ ഹിസ്റ്റഡിൻ, ഹൈ മോളിക്കുലർ വെയിറ്റ് എൻ ഹിസ്റ്റഡിൻ, ഇറ്റ് ജസ്റ്റ് പിക്ക് അപ്പ് ദി Fe2+ ഫ്രം ദി പ്ലെയിൻ അല്ലേ. ബട്ട് സംടൈംസ് the molecular weight protein histidine not surrounded the whole hemoglobin, then it will go for oxidation. Okay, then ഈ വാക്ക് മറക്കരുത്, that the oxidation will lead to another product, it is hematin. ഇത് മറക്കരുത്. Fe2+ oxyhemoglobin, sometimes it go for oxidation and form the product it is called hematin. Okay, oxyhemoglobin Fe3+ ആവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഹെമാറ്റിൻ, മറക്കരുത്. Okay, so this is the case related to oxyhemoglobin. One more important point, that is, in oxyhemoglobin, the resonance Raman stretching frequency it is 1100 centimeter inverse. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. In oxyhemoglobin, the Raman resonance stretching frequency it is 1100 centimeter. Okay, so these are all the points related to oxyhemoglobin. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്കെ ആയി, ഓക്സിഹീമോഗ്ലോബിൻ ഓക്കെ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ മയോഗ്ലോബിൻ. സോ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാലും MB, it is represented by MB. It is also an iron and oxygen binding protein found in the cardiac and skeletal muscle tissue of vertebrates in general and in almost all mammals. Okay, മയോഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ കാർഡിയാക് ആൻഡ് സ്കെലിറ്റൽ മസിൽ ടിഷ്യൂസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് മോസ്റ്റ് കോമൺലി ഇൻ മാമൽസ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മയോഗ്ലോബിൻ ഈസ് ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ടു ഹീമോഗ്ലോബിൻ. അവർ തമ്മിൽ സാമ്യങ്ങളുണ്ട്, എന്നാൽ ഡിസിമിലാരിറ്റീസും ഉണ്ട്. ഓക്കെ, സോ compared to hemoglobin, myoglobin has a higher affinity for oxygen and does not have a cooperative binding with oxygen like hemoglobin does. അതായത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മയോഗ്ലോബിൻ ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ. ഓക്സിജനുമായിട്ട് അഫിനിറ്റി ഏറ്റവും കൂടി നിൽക്കുന്നത് മയോഗ്ലോബിനാണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് കോപ്പറേറ്റീവ് ബൈൻഡിങ് വിത്ത് ഓക്സിജൻ ലൈക്ക് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ചെയ്യുന്നൊരു കോപ്പറേറ്റീവ് ബൈൻഡിങ് ഓക്സിജനുമായിട്ട് ഉണ്ടാക്കുന്നില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉണ്ടാക്കുന്നത് ഓക്സിഹീമോഗ്ലോബിനാണ്. In humans, myoglobin is only found in the bloodstream
ആഫ്റ്റർ മസിൽ ഇഞ്ചുറി. ബ്ലഡ് സ്ട്രീം മസിൽ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ ബ്ലഡ് സ്ട്രീമിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്താണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മയോഗ്ലോബിനെ കുറിച്ച് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യനിൽ വന്ന് കണ്ടിട്ടില്ല. സോ അധികം ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് കൊടുത്തിട്ടില്ല. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ ഇതറിഞ്ഞിരിക്കുക. ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഹീമോഗ്ലോബിൻ, myoglobin is a cytoplasmic protein that binds oxygen on heme group. It harbors only on globulin group, whereas hemoglobin has 4. That is the very important point. ഹീമോഗ്ലോബിനിൽ എന്താണ് 4 ഗ്ലോബുലാർ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഹാസ് 4 ഗ്ലോബിൽ 4 ഗ്രൂപ്പ് ഉള്ളപ്പോൾ ഓക്സി ഹീമോഗ്ലോബിനിൽ ഒറ്റ ഒരു ഗ്ലോബുലിൻ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹീമോഗ്ലോബിനിൽ 4 പേര്, ഓക്സി ഹീമോഗ്ലോബിനിൽ ഒറ്റ ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൾദോ ഇറ്റ്സ് ഹീം ഗ്രൂപ്പ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദോസ് ഓഫ് ദി ഹീമോഗ്ലോബിൻ. രണ്ടിൻ്റെ ഹീം യൂണിറ്റ് സെയിം തന്നെയാണ്. മയോഗ്ലോബിൻ ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ ഡസ് ഹീമോഗ്ലോബിൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മയോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി വളരെ കൂടുതലാണ് ദാൻ ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിനേക്കാൾ ഓക്സിജൻ അഫിനിറ്റി കൂടുതൽ ഓക്സി ഹീമോഗ്ലോബിനാണ്. ക്ലിയർ? This difference is related to its different role. Whereas hemoglobin transport oxygen, myoglobin's function is to store oxygen. Okay, നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീനിലാണ് മയോഗ്ലോബിൻ പഠിച്ചതെങ്കിലും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട് എങ്കിലും അതിൻ്റെ ഫങ്ഷൻ മേജറായിട്ട് നിൽക്കുന്നത് ഇറ്റ് സ്റ്റോർ ദി ഓക്സിജൻ. അത് മറക്കരുത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ, ബട്ട് മയോഗ്ലോബിൻ it is an oxygen storage protein. Clear? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. മയോഗ്ലോബിൻ എന്ന് പറയുന്നതോ the function is to store the oxygen. Clear? Yes. So these are the difference between hemoglobin and myoglobin. അടുത്ത ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് Hemeerythrin. Hemeerythrin will have 2 ion atom which are on +2 oxidation state. Hemeerythrin എന്താണ്? +2 oxidation സ്റ്റേറ്റിലുള്ള 2 ion atoms present ആണ്. One of the ion atom possesses 3 histidine protein and the another Fe atom with 2 histidine protein. സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു അയൺ ആറ്റം 3 ഹിസ്റ്റഡീൻ പ്രോട്ടീൻ പ്രസൻ്റ് ആണ്. രണ്ടാമത്തെ അയൺ ആറ്റത്തിൽ 2 ഹിസ്റ്റഡീൻ ഗ്രൂപ്പ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ദീസ് 2 അയൺ ആറ്റംസ് ആർ കോമൺലി ബൗണ്ടഡ് ബൈ 3 ഗ്രൂപ്പ്സ്. 2 അയൺ ആറ്റത്തിനും കോമൺ ആയിട്ട് 3 ഗ്രൂപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഒരു OH ഉണ്ട്, ഒരു അസ്പാർട്ടേറ്റ് ഉണ്ട്, ദെൻ ഒരു ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്. These are the 3 common groups. 2 അയൺ ആറ്റത്തെയും കൂടി ബന്ധിപ്പിക്കുന്ന 3 കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഒരു OH, ഒരു അസ്പാർട്ടേറ്റ്, ഒരു ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, one ion atom is 6 coordinated and the another one it is 5 coordinated. ഒരു അയൺ ആറ്റം എന്ന് പറയുന്നത് 6 കോർഡിനേറ്റഡ് ആണ്, 6 കോർഡിനേഷൻ ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ അയൺ ആറ്റം എന്താണ്? 5 കോർഡിനേറ്റഡ് ആണ്. It is found in marine invertebrates. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന എവിടെയാണ്? മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിലാണ് പ്രധാനമായിട്ടും ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഫിഗർ നോക്കാം. ഇതാണ് ജസ്റ്റ് ഒരു ഹീമെറിത്രിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. സോ ദർ ഈസ് 2 അയൺ ആറ്റംസ്, 2 Fe2+. One of the ion atom which is attached with 3 N-histidine, you can see here. Okay, but the another ion atom with only 2 N-histidine. Okay, then the 3 common groups. One group it is OH, then another one it is aspartate, and the another one group it is glutamate. So this is a simple representation of Hemeerythrin. Clear? So oxygen transport protein നമ്മൾ ആദ്യം പഠിച്ചു ഹീമോഗ്ലോബിൻ.
അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചു. രണ്ടാമത് പഠിച്ചു ഓക്സിഹീമോഗ്ലോബിൻ. ഞാൻ ചോദിക്കുന്നു, ഇഫ് ദ ഓക്സിഹീമോഗ്ലോബിൻ or hemoglobin undergo oxidation, then what is the product there? Marakirudhu, it is hematin. Okay, it is hematin. Yes, so this is the simple representation of Hemeerythrin. Then next one, it is Oxyhemeerythrin. Next oxygen transport protein ആണ് Oxyhemeerythrin. The oxygen bounded to the Hemeerythrin through the peroxide linkage. Okay, the oxygen bounded to Hemeerythrin. Hemeerythrinലേക്ക് ഓക്സിജൻ ബൗണ്ട് ചെയ്യുന്ന ഒരു പെറോക്സൈഡ് ലിങ്കേജ് വഴിയാണ്. Then at this time both of the ion atoms are converted into Fe3+. നമ്മൾ പറഞ്ഞു ഹീമെറിത്രിനിൽ രണ്ട് അയൺ ആറ്റവും എന്താണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓക്സിഹീമെറിത്രിൻ when it undergo oxidation, then what happened? The Fe converted, Fe2+ will be converted into Fe3+. Fe2+ മാറി എന്താവുന്നു അവിടെ Fe3+ ആയിട്ട് മാറുന്നു. രണ്ട് Fe3+ ആയിട്ട് മാറുന്നു. സോ മറക്കരുത്, ഹീമെറിത്രിൻ എന്ന് പറയുന്നത് ഓക്സിഡേഷന് വിധേയമായി ഓക്സിഹീമെറിത്രിൻ ആയാൽ ഹീമെറിത്രിനിൽ Fe2+ ആയിരുന്നുവെങ്കിൽ ഓക്സിഹീമെറിത്രിനിൽ Fe3+ ആണ്. ഒരു പോയിന്റ് കൂടി മറക്കരുത്, ദ ഓക്സിജൻ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദി Fe2+ ത്രൂ എ പെറോക്സൈഡ് ലിങ്കേജ്. ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിഡേഷന് വിധേയമാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദർ ഈസ് എ പെറോക്സൈഡ് ലിങ്കേജ് വിൽ ബി ഫോം. ഓക്കെ, സോ ദിസ് ഈസ് ഓക്സിഹീമെറിത്രിൻ. In Oxyhemeerythrin, both of the ion atoms are in Fe3+ oxidation state and both of the ion atoms are in the octahedral environment. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഓക്സിഹീമെറിത്രിനിലാവുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് അയൺ ആറ്റവും Fe3+ ആയിട്ട് മാറും. മോർ ഓവർ both of the ion atoms are in the octahedral environment. Okay, then the oxyhemeerythrin is antiferromagnetic. It is important. Oxyhemeerythrin എന്ന് പറയുന്നത് antiferromagnetic ആണ്. Then whereas deoxyhemeerythrin it is paramagnetic in nature. Okay, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹീമെറിത്രിൻ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്, while ഓക്സിഹീമെറിത്രിൻ എന്ന് പറയുന്നത് ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. In Oxyhemeerythrin, the resonance Raman stretching frequency is 850 centimeter inverse. ഇതും ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്സിഹീമെറിത്രിനിൽ റാമൻ റെസൊണൻസ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഈസ് 850 ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഓക്സിഹീമോഗ്ലോബിനിലെ റാമൻ റെസൊണൻസ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എത്രയായിരുന്നു? യെസ്, ഇറ്റ് ഈസ് 1100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, എന്നാൽ ഇവിടെ ഓക്സിഹീമെറിത്രിനിലെ റാമൻ റെസൊണൻസ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് 850 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ? യെസ്. സോ നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഹീമോഗ്ലോബിൻ, സെക്കൻഡ് വൺ ഓക്സിഹീമോഗ്ലോബിൻ, തേർഡ് വൺ പരിചയപ്പെട്ടു മയോഗ്ലോബിൻ, നെക്സ്റ്റ് വൺ ഓക്സിമയോഗ്ലോബിൻ, ദെൻ ഹീമെറിത്രിൻ, ഓക്സിഹീമെറിത്രിൻ. ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് കോപ്പർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഈ 6 പേരാണ്, മറക്കരുത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ പറഞ്ഞു മയോഗ്ലോബിൻ ഇറ്റ് ഈസ് അയൺ ഓക്സിജൻ സ്റ്റോറേജ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു. മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ സ്റ്റോറേജ് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഈ 6 പേരാണ് പ്രധാനമായിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഇനി പഠിക്കാൻ പോകുന്നത് കോപ്പർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. സോ നോക്കാം, വൺ ഓഫ് ദ കോപ്പർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഈസ് ഹീമോസയാനിൻ. കേട്ടിട്ടുണ്ടായിരിക്കും. വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോപ്പർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് ഹീമോസയാനിൻ. ഓക്കെ, ദെൻ active site structure of hemocyanin consists of both the copper 1 atoms, each of the copper 1 bonded to 3 histidine protein. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഫിഗർ വരയ്ക്കാം.
So there is 2 copper plus 1 atoms, and which is attached with 3 histidine protein. So there is 2 Cu2 plus Cu plus 1 oxidation state, and which is attached with 3N histidine. Okay, then listen here. The distance between 2 copper atoms, it is 410 nanometer. Okay, the distance between the 2 Cu plus 1 and 2 copper plus 1 oxidation state, it is 410 picometer pm. Okay, so this is the simple representation of copper oxygen transport protein. Copper oxygen transport protein, it is hemocyanin. Okay, so this is the representation of hemocyanin. It is very important. There is a presence of 2 copper plus 1 oxidation state, and which is attached with 3N histidine. Okay, the distance between the 2 core atom, it is 410 picometer. That is very important. Then this is the structure of copper oxygen transport proteins, otherwise it is hemocyanin. പേരുകൾ തിരിഞ്ഞു പോയത്, it is hemocyanin. So ഒരു ചെറിയ ഹിന്റ് പറഞ്ഞു തരാം. ഹീമോസയാനിൻ മീൻസ് there is no presence of heme unit and also cyanide ligand. പേര് പറയുമ്പോൾ ഹീമോസയാനിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹീം പ്രോട്ടീൻ ആയിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹീം പ്രോട്ടീൻ. ഓക്കെ, ഹീമോസയാനിൻ, സയാനിൻ എന്ന് കേൾക്കുമ്പോൾ സയനൈഡ് ലിഗൈൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം, ബട്ട് there is no presence of cyanide ligand. So it is copper oxygen transport proteins, otherwise hemocyanin. Clear? Yes. The 2 copper that will be attracted by van der Waals interaction. ആ 2 copper atom നമ്മൾ പറഞ്ഞു 410 picometer ആണ്, and the 2 copper atom which is attacked or attracted by van der Waals interaction. Approximately the 2 copper which are on the distance 460 picometer. It is around 460, but actually it is 410 picometer. Okay, the copper plus 1, it is D10 configuration and diamagnetic, it is colorless. So Cu plus 1 എന്ന് പറയുന്നത് Cu plus 1 copper plus 1 എന്ന് പറയുന്നത് D10 configuration ആണ്. D10 configuration means all the electrons are paired, so it is diamagnetic in nature, and it is also there is no color, that is the compound which is colorless. Okay, so these are the primary relation or primary important ideas about copper oxygen transport proteins, otherwise hemocyanin. Okay, yes. Next one, oxyhemocyanin. Next one എന്താണ്? Oxyhemocyanin. So listen, bind oxygen in cupric state. എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. In oxyhemocyanin എന്താണ് ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നത്? കുപ്രിക് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, കുപ്രിക് സ്റ്റേറ്റിലായിരിക്കും അതിൻ്റെ സിറ്റുവേറ്റിംഗ് സ്റ്റേറ്റ്. The O2 bounded to 2 copper atoms in an unusual way. Both of the copper atoms are converted into Cu2+. So oxyhemocyanin 2 copper atom, നേരത്തെ നമ്മൾ ഹീമോസയാനിൽ പറഞ്ഞു both copper atom which is +1 oxidation state അല്ലേ? But here in the oxyhemocyanin എന്ത് സംഭവിക്കും? What happened? Yes, both of the copper atom become Cu+2 oxidation state. The Cu+2 shows blue in color. It is due to LMCT.
അപ്പോൾ LMCT എന്നുള്ള സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. LMCT ദ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. അതാണ് LMCT എന്ന് പറയുന്നത്, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ലിഗാൻഡിൽ നിന്ന് മെറ്റലിലേക്ക് ഒരു ചാർജ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നു, അതുമൂലം അവിടെ കളർ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് LMCT. ഓക്കെ, സോ ഇവിടെ Cu+2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദ ബ്ലൂ കളർ, ദ റീസൺ ഫോർ ദ ബ്ലൂ കളർ ഇറ്റ് ഈസ് ഡ്യൂ ടു LMCT. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്സിഹീമോസയാനിൽ ബ്ലൂ കളർ വരാൻ കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻ LMCT ഉണ്ട്, MLCT ഉണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഓക്സിഹീമോസയാനിൻ ദ ബ്ലൂ കളർ ഇറ്റ് ഈസ് ഡ്യൂ ടു, യെസ്, ഇറ്റ് ഈസ് LMCT, ligand to metal charge transfer. Okay, the unusual bond is mu square ratio. ഇങ്ങനെ ഒരു റേഷ്യോയിലാണ് ഇതിൻ്റെ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഓക്സിജൻ അപ്ടേക്ക് കോപ്പർ ബോണ്ട് ഡിസ്റ്റൻസ് ഡിക്രീസസ്. അതായത് ഓക്സിജനെ ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ കോപ്പർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറച്ചും കൂടി കുറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ട്. സോ ഇങ്ങനെയാണ് കോപ്പർ ഇതിനെ ബൈൻഡ് ചെയ്യുന്നത്. കുപ്രിക് സ്റ്റേറ്റിലായിരിക്കും ബൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, കോപ്പർ ബോണ്ട് ഡിസ്റ്റൻസ് എന്താണ്, കുറച്ച് കുറയുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് റിലേറ്റഡ് ടു ഓക്സിഹീമോസയാൻ. ഓക്കെ, സോ ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ജസ്റ്റ് ഒരിക്കൽ കൂടി റിഫ്രഷ് ചെയ്യുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആർ ഏതൊക്കെയാണ്? Yes, hemoglobin, oxyhemoglobin, myoglobin, oxymyoglobin, hemeerythrin, oxyhemeerythrin, then hemocyanin. Okay, so ആറെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ, ഓക്സിഹീമോഗ്ലോബിൻ, then myoglobin, oxymyoglobin, hemeerythrin, hemocyanin. These are the 6 important oxygen transport proteins. Clear ആണല്ലോ?